Yo, what's going on guys? It's here. Welcome back to brand new vlog. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ വെരി സ്പെഷ്യൽ ആണ്. കാരണം കുറച്ച് പ്രോഡക്റ്റും സംഭവങ്ങളും സാധനങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ ഒരു പർച്ചേസിംഗ് വ്ളോഗ് ആയിരിക്കും ഗൈസ്. കുറച്ച് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. എനിക്കല്ല എൻ്റെ ഒരു ഫ്രണ്ടിനാണ്. അപ്പോൾ അതിനായിട്ട് നെടുമങ്ങാട് വരെ പോകണം ഗൈസ്. അവിടെ നിന്നാണ് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങേണ്ടത്. എല്ലാം വാങ്ങി ഒന്ന് സെറ്റ് ആയിട്ട് വരാൻ വേണം. വീട്ടിലെ ഡ്രസ്സിൽ ഞാൻ നിൽക്കുകയാണ് ഗൈസ്. ഇതൊന്ന് ചേഞ്ച് ആക്കി സെറ്റപ്പ് ആക്കി വരണം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരാളുണ്ട്, സിബി ഗായ്സ്. അപ്പോഴാണെങ്കിൽ നമുക്ക് ഇവന് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ പോയി നോക്കാനാണ് ഞാൻ വിചാരിച്ചു. ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറം പോകണം ഗൈസ്. ടൈം ഇപ്പോൾ 5 മണിയായി. ഇനിയിപ്പോൾ ഈ 5 മണി തൊട്ട് ഇനി ഒരു 7 മണി വരെ ഷോപ്പിംഗ് ആണ്. വണ്ടി തീരണില്ല, ഇവിടെ നിൽക്കണേ ഉള്ളൂ. വൈകുന്നേരം ടൈം, സ്കൂൾ ടൈം കഴിഞ്ഞ് പിള്ളേർ വീട്ടിൽ പോകുന്ന ടൈം ആയതുകൊണ്ട് ഇവിടെ നിൽക്കണേ ഉള്ളൂ. ഒരു വണ്ടി സ്റ്റോപ്പ് ആക്കണില്ല. എങ്ങനെയുണ്ടോ ട്രാഫിക്? ഭയങ്കര ട്രാഫിക്. ഓ ഓക്കെ, ഫൈനലി ക്രോസ് ചെയ്തിയായി. ദൈവമേ, നമ്മളിവിടെ കടയിൽ വന്നത് എന്താ, അവിടെ കടയിൽ ഇന്ന പൈ എണീച്ച് എങ്ങോട്ടാ പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്നിട്ട് തുണി എടുത്തിട്ട് പോകാൻ പറ്റും. നല്ല കളക്ഷൻസ് ടീഷർട്ടൊക്കെ ഉണ്ട് കൈ. എന്തായാലും നമുക്ക് ഇവന് വേണ്ടി ഒന്ന് പിക്ക് ചെയ്തെടുക്കാം. ഇത് ചേരും നിനക്ക്, അത് മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കി നോക്കും. എവിടെ എടുത്ത് വെച്ചാണ് അങ്ങോട്ട്. ആ പൊളി, അത് കൊള്ളാം. അത് സെലക്ട് ചെയ്ത് വെച്ചു. അതും കൊള്ളാടാ, അത് നോക്ക്. അവിടെ നിന്നോ. ആ ഇത് നൈസാണ് കൈ, ഇത് കൊള്ളാം കേട്ടാ. എവിടെ ഇങ്ങോട്ട് നിന്നാണ്. ഇത് അടിപൊളി. മറ്റേനെ കാട്ടി പക്ക സ്റ്റാൻഡേർഡ് ഉണ്ട്. വണ്ണ ഇത് നീ ടീഷർട്ടിന് മണ്ടേ കൂടെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇത് കറക്റ്റാണ് ഗായ്സ്. അങ്ങനെ മഴയൊക്കെ തോന്നുന്നു സെറ്റ് ആയിരിക്കുകയാണ്. ഞാൻ കുറേ നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത്, ഏകദേശം ഒരു 10-30 മിനിറ്റ് ആയി കാണുമല്ലേ. നമ്മൾ രണ്ടുപേരോടെ കാര്യം പറഞ്ഞ് ഇവിടെ ഇരുന്നു ഇങ്ങനെ ഇരിക്കണം. അപ്പോഴും വീണ്ടും മഴ വരണമെന്ന് തോന്നുന്നു. മഴ പെയ്യണം. മഴ ചാറ്റലുണ്ട് ചെറിയൊരു. നെക്സ്റ്റ് എന്തിനാണ് പരിപാടി? നെക്സ്റ്റ് ഷൂ എടുക്കാൻ പോകണം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ 1-1.5 പൊളി തന്നെ, പിന്നല്ലാതെ. അപ്പോഴും നമുക്ക് ഷൂ എടുക്കാനായിട്ട് പോവാൻ കഴിയും. ചെറിയ ചാറ്റലിൽ മഴ ഇവിടെ പെയ്യാണ്. നിങ്ങൾക്ക് ഈ മൊബൈലിൽ കൂടെ കാണാൻ പറ്റണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ തൊട്ട് കട്ട മഴയായതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ തോടൊക്കെ നല്ല നിറഞ്ഞു പോവുകയാണ്. കണ്ടോ, ഒരു പ്ലാസ്റ്റിക് കിടക്കണമൊക്കെയാണ്, വാല് പോലെ കിടക്കണം. എന്താ അവിടെ ഓ വേസ്റ്റ് വന്ന് കിടക്കണം. എന്റെ ദൈവമേ, ഇതൊക്കെ എന്തോന്ന്. ഇതിലെ കുളിക്കിറങ്ങിയ പണി കിട്ടും അല്ലേടാ. നല്ല പണി. എന്റെ പൊന്നു, ഏതെങ്കിലും ഒരു ആംഗിളിൽ എവിടെയെങ്കിലും ഒരുത്തൽ നിന്ന് കുളിക്കണായിരിക്കും ഇത്രയും വെള്ളത്തിൽ. ഈ ഒരു വെള്ളം ഒഴുകി ചെല്ലണം എവിടെയെങ്കിലും ആയിരിക്കൂലേ. അതായിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, ഈ തോടാണ് എന്റെ വീടിന്റെ, ഈ ഒരു തോടാണ് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. ഇതിന്റെയൊക്കെ ഒരു തുടക്കം എന്റെ വീട്, അതായത് ഉത്ഭവം എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്താണ്. നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോകാം, ഞാൻ കാണിച്ചു തരാം. അപ്പോഴും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഷൂ വാങ്ങിക്കാനായിട്ട് പോകാൻ കഴിയും. ഷൂ അല്ലേടാ? ഷൂ പോവാ. ചെറിയ ചാറ്റിന് മഴയുണ്ട്. എന്നാലും നമ്മൾ നേരത്തെ കുറേ നേരം ഇവിടെ ഇരുന്ന് ടൈം പോയതുകൊണ്ട് എനിക്ക് ആഡ് അടിക്കാണ് ലാസ്റ്റ് ദിവസം. അപ്പോൾ അതിനുള്ളിൽ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് സെറ്റാക്കി പോകാൻ വേണം. അപ്പോൾ നമുക്ക് നേരെ ഇനി കടയിലോട്ടാണ് പോകണം. ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെ കടയിൽ കയറുകയും വേണം, ഇവനെ ഇന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാൻ കഴിയും. ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങനെ ഒരു ഷോപ്പിൽ വന്ന് എത്തി. നമ്മൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാം, നൈസ് കേട്ടോ. ഇത് എത്ര റേഞ്ച് ബ്രോ? ഇട്ടോക്കെ, അത് പ്രശ്നമില്ല. നമുക്ക് അവിടെ അത് ഇരുന്നിട്. ചേരും അത് സാധനം കയറണല്ലേ. ഓ ചെറുത് കൈസ് അല്ലായിരുന്നു. നമുക്ക് അത് തന്നെ ഇവിടെ ഞാൻ ഷൂ എടുക്കാൻ വന്നല്ലേ, അല്ലെ ഞാൻ എടുത്തു തന്നെ. അങ്ങനെ നമ്മൾ ഷൂ കടയിൽ നിന്ന് ഇറങ്ങി. കാരണം ഒന്നും ഇവന് സ്യൂട്ടല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി. ഇനി വേറെ എവിടെ പോകാനുണ്ട് ഈ നെടുമങ്ങാട്ട് ഷൂ എടുക്കാൻ. നല്ല ഇരുട്ടായി ഗൈസ്. മൊത്തത്തിൽ നമ്മളിതാ ഇവിടെ പെട്ട് നിൽക്കുകയാണ്. ഇനി എവിടുന്ന് ഷൂ എടുക്കുമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. ഷൂ കിട്ടാൻ നിവർത്തിയില്ല സത്യം പറഞ്ഞ്. എത്രാമത്തെ ഷോപ്പാണ്. അപ്പോൾ ഇതിൽ ഫിക്സ് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിലും ഫിക്സ് ആയില്ല. നെക്സ്റ്റ് ഷോപ്പ് നോക്കാം ഗായ്സ്. അങ്ങനെ ഷൂ വാങ്ങിക്കാൻ നടന്ന് ഒരു കടയിലും ഷൂ ഇല്ല ഗായ്സ്. എന്തെന്ന് പറയാ, ഷൂ ക്ഷാമം. അത് തന്നെ, ഷൂ ക്ഷാമം. നിനക്ക് ഷൂ കിട്ടാനുള്ള ഭാഗ്യം ഇല്ലടാ. ഇനി അവസാനമായിട്ട് നമ്മളൊരു ഷോപ്പിൽ പോയാണ്. തുടങ്ങിയതേ ഉള്ളൂ എന്നാ ഗായ്സ്. 7:30 ലാസ്റ്റ് ദിവസം. അതുകൂടെ കഴിഞ്ഞാൽ വീട് വരെ 7 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 7 കിലോമീറ്റർ നടന്നു പോയേണ്ടി വരും. എന്തായാലും പോയി നോക്കാം. എന്താണ്, നമുക്ക് ആ ഒരു കടയിൽ കൂടെ പോയി നോക്കാം. അവസാനത്തെ അറ്റംപ്റ്റ് ആണ്. ഇതുകൂടെ കഴിഞ്ഞാൽ ഇന്ന് ഷൂ ഇല്ലാതെ പോകും. ഞാൻ ഷൂ കൊണ്ടേ പോണം. ഓ നോക്കാം. ആയിട്ട് നോക്ക്. 10 ഇഞ്ച് കാല് സൈസുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്. ഇതാണ് അവസ്ഥ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ. അല്ല, മുട്ടി മറ്റേ വെളിയിലോട്ട് തള്ളി നിൽക്കണമെങ്കിൽ വേറെ വാങ്ങണം. അല്ലെങ്കിൽ ടൈറ്റ് ആണെങ്കിൽ ലൂസ് ആവും. എങ്ങനെയാണ് ഇരിക്കണം? ഇവിടെ ഇത് കറക്റ്റ് ആണ്. നിനക്ക് ലൂസ് ഇല്ലല്ല? ടൈറ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. ടൈറ്റ് അല്ല, സോറി, ലൂസ് ആണ്. 11 അത് വലത് എല്ലാം കൂടെ നിരത്തുന്നതാണ്. നിങ്ങളിന്ന് വേറെ കടയിൽ വന്നിരിക്കുന്ന വേറെ
അങ്ങനെയുള്ള കടയിൽ എല്ലാവരും പറഞ്ഞ് കടയിൽ നിൽക്കുന്നതാണ് എളുപ്പം. പക്ഷെ എല്ലാ ജോലിയും കട്ടി ഏറ്റവും കൂടുതൽ പാടാണ് കടയിൽ നിൽക്കണം. ഞാൻ അത് കറക്റ്റാണ് എനിക്ക്. ഇനിയും വലുത് എവിടെ നോട്ട് എന്റെ ഷൂവിന്റെ ബാക്ക് കാണിച്ചു. ഷൂസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ താഴെയുള്ള എടുത്താൽ മതി. അങ്ങനല്ലേ നമ്മള് ഒരു സംഭവം കൺഫേം ചെയ്ത് താഴോട്ട് പോകണം മിക്കവാറും. നിനക്ക് ഓക്കെ ഇല്ലേ? പിന്നെ പിന്നെ ഇറങ്ങി മുമ്പ് ഇറങ്ങി ഒരു ദിവസത്തെ പടിയായിരുന്നു ഒരു ഷൂ എടുത്ത്. ഗായ്സ് അങ്ങനെ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇതായിരിക്കണം ഗായ്സ് അങ്ങനെ വണ്ടി എല്ലാം പോയി. ഇവൻ പച്ച ലേസ്, മഞ്ഞ ലേസ്, പച്ച മതില്ലടാ, ഇതേത് ഓറഞ്ച് ലേസ്, യെല്ലോ, ബ്ലൂ, ഏത് വേണം? ഇത് 5 രൂപടാ. 5 രൂപ തന്നെ. ഞാൻ 10 അല്ലേ എന്നാ? 10 ലേസ് ഗായ്സ്. ഇവിടെ ഇത് ടേസ്റ്റ് ഉണ്ടോ? കഴിക്കണം. ഒരു ഫ്ലേവറും ഫീൽ ചെയ്യുന്നില്ല. അല്ല ഇതിന്റെ ഫ്ലേവറേ ഇത് നാച്ചുറൽ, വേറെ ഫ്ലേവർ ഇല്ലാത്ത സാധാ ഇതാണ്. ഓ വലിച്ചീറി എടുത്തത് നല്ല പണിയായിരുന്നു. ഒരു സാധനം ഇല്ലടാ അതില്. എടുത്തോ. ഓറഞ്ച് കൊള്ളാം കേട്ടോ, അടിപൊളി. ഗൈസ് ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. ഇന്നലെ ഒരു 8 മണി 8:30 മണിയായി ഗൈസ് വീടെത്തി. കാരണം എന്ന് പറഞ്ഞാൽ ബസ് കിട്ടിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ച് പയ്യ വീട്ടിലെത്തി. അയ്യോ, നമുക്ക് 7:30 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് വരാനുള്ള ബസ്സില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഓട്ടോ പിടിച്ചാണ് വന്നത്. അതാണ് സംഭവം. നമ്മൾ താമസിച്ചത്. അങ്ങനെ 8:30 വന്നു. പിന്നെ ഞാൻ വന്ന് വീട്ടിൽ വന്നപ്പോൾ ലൈറ്റും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഔട്ട്റോ ഇന്ന് എടുക്കാന്ന് വെച്ചത്. ഇന്നലെ മെയിനായിട്ട് നമ്മൾ താമസിച്ചെന്ന് പറഞ്ഞാൽ ഷൂ നോക്കിയാണ്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഷൂ നോക്കി ഒരുപാട് കട കയറി. അത് നിങ്ങളും കണ്ടാണ്. ഒരുപാട് കട കയറി. പിന്നെ അവസാനം ഒരു കട കണ്ടെത്തി. അവിടെ നിന്നാണ് നമ്മൾ ഒരു കേപ്പബിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷൂ അവൻ എടുത്തത്. ഓക്കെ, അവന്റെ സൈസും 10 കൊണ്ട് പിന്നെ ഷൂ കിട്ടാനും ഭയങ്കര പാടായിരുന്നു. ആദ്യം കയറി ഷോപ്പിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് എടുക്കാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇടയ്ക്ക് 2 ദിവസം മഴയാണ്ട് ഡെയിലി വ്ളോഗ് ചെയ്യാനും പറ്റിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും പറ്റിയില്ല. സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഓർക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഒരു അടിപൊളി വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.